നമസ്കാരം. ഞാൻ ജയന്താണ്. ഒറ്റ കാര്യം പറയാം. ഒറ്റ പോയിന്റേ ഉള്ളൂ. ദൃശ്യത്തിന് ശേഷം ഒരു പടം. അതാണ് തലവൻ. അന്യായ ക്ലൈമാക്സ്. ത്രില്ലെന്നൊക്കെ വെച്ചാൽ ലോക ത്രില്ലിങ് പടം. ആസിഫ് അലിയുടെ ഒരു പുനർജന്മം. ആസിഫ് അലിക്ക് ഒരു പുനർജന്മം കൊടുത്തൊരു പടം തലവൻ. ആസിഫ് അലിയെ പോലെ തന്നെ ബിജു മേനോനും വളരെ നല്ല രീതിക്ക് അഭിനയിച്ചേക്കുന്ന ഒരു പടമാണ്. ഒന്നും പറയാനില്ല. പടത്തിന്റെ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇരിക്കും. എന്താണെന്ന് അറിയത്തില്ല. അത് നമ്മുടെ ആ ഡയറക്ടറിന്റെ കഴിവാണ്. നമ്മൾ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ടർ എടുത്ത എഫർട്ടാണ്. പുള്ളിയുടെ പടങ്ങളൊക്കെ നമുക്കറിയാം. പല ഫീൽ ഗുഡ് മൂവീസിന്റെ ആളാണ്. പക്ഷേ ഇത് പുള്ളി ഒരു ത്രില്ലർ എടുത്തങ്ങ് നമ്മുടെ കയ്യിലെടുത്തേക്കാണ്. ജനങ്ങളെ കയ്യിലെടുത്തേക്കാണ്. അത് ഒരു രണ്ട് പോലീസുകാർ തമ്മിലുള്ള അവർക്ക് തമ്മിലിടയിലുള്ള ഒരു പ്രശ്നം, ഇതിന്റെ ഇടയിലൊരു കേസിനെ ചുറ്റിപ്പറ്റിയൊക്കെ പോകുന്നതാണ് കഥ. ആദ്യം തൊട്ട് അവസാനം വരെ പക്കാ ത്രില്ലിംഗ് ആണ്. ഇതില് ആസിഫ് അലി ആണെങ്കിലും ബിജു മേനോനാണെങ്കിലും ഒപ്പത്തിനൊപ്പമാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. അതും ഒന്ന് ഒത്തിരി സ്കോർ ചെയ്തെന്നോ ഒരാൾ താഴെ നിന്നോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ് നിന്നേക്കുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട നമ്മുടെ ദീപക് ദേവിന്റെ മ്യൂസിക്കാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ പടത്തിന് നമ്മുടെ ഡയറക്ഷനും കഥയൊക്കെ പോലെ തന്നെ മെയിനായിട്ട് ഈ പടത്തിൽ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ബീജിയം. അത് നമ്മുടെ ദീപക് ദേവ് അറിയാലോ. ലൂസിഫറിലൊക്കെ ചെയ്ത ദീപക് ദേവ്. നമുക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഉള്ള പല പല മ്യൂസിക് ഡയറക്ടേഴ്സിനെ പൊക്കി വാഴ്ത്തി പാടുമ്പോൾ നമ്മൾ ഈ ദീപക് ദേവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇപ്പോഴും പല സമയങ്ങളിൽ ഒഴിവാക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കൂ. എന്തിനാണ് വെറുതെ ഓരോരുത്തരുടെ പേര് ഞാൻ പറയുന്നില്ല. ചില ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ പടം വിജയിക്കൂ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ദീപക് ദേവ് എന്ന് പറയുന്ന പുള്ളിയെ അറിയാലോ. നമ്മൾ ഈ പഴയ ഒരു മെയിൻ പടം തൊട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. അതൊക്കെ വെച്ച് എന്തായാലും പുള്ളിയുടെ ബീജം, പടം മേക്കിംഗ്, സ്ക്രിപ്റ്റ് വേറെ ലെവൽ, പറയാതിരിക്കാൻ വയ്യ. അന്യായ പടം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടോ, അല്ല നിങ്ങൾ OTT വന്ന് കാണാമെന്ന് പറഞ്ഞിരിക്കുന്ന തെണ്ടികൾ, അവർക്ക് വൻ നഷ്ടമായിരിക്കും. എന്തായാലും ഫോണിൽ കാണുമ്പോൾ വൻ നഷ്ടമായിരിക്കും. അതെനിക്ക് പറയാനുള്ളത്. എന്തായാലും OTT കാണുന്ന തെണ്ടികൾ പറ്റുമെങ്കിൽ ഇപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ ബിജു മേനോന്റെ കാര്യം പറയുകയാണെങ്കിൽ ബിജു മേനോൻ വന്നിട്ട് നോർമലായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ടൊന്നുമില്ല. ബിജു മേനോൻ ഏത് പടമാണെങ്കിലും പുള്ളിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് കീപ്പ് ചെയ്ത് പുള്ളി നിൽക്കും. നമ്മൾ എന്തായാലും പുള്ളീന്റെ ഒരു കുറ്റവും പറയും. പുള്ളി പോലീസാണോ? പോലീസ് നമുക്ക് തോന്നിപ്പോവും. ഇന്നലെ തലവൻ സിനിമ കണ്ട സമയത്ത്, തലവൻ കണ്ടിറങ്ങി കുറെ ആൾക്കാർ പറഞ്ഞ റിവ്യൂ കേട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഷോ ഫാൻ ഷോ ആയിരുന്നു. ഫാൻസായി അറിയാലോ. ഫാൻസും പിന്നെ അതിൻ്റെ ഇടയിൽ ഫാൻസ് അല്ലാത്ത ആൾക്കാരും കാണും. അവരെ ഇറങ്ങിയിട്ട് പലരും നെഗറ്റീവാണ് പറഞ്ഞത്. പടത്തെ പറ്റി നെഗറ്റീവാണ് പറഞ്ഞത്. നമ്മുടെ ടോവിനോയുടെ പടം അന്വേഷിപ്പിൻ കണ്ടെത്തും. ആ ചിത്രത്തെ തകർത്തതുപോലെ നമ്മുടെ തലവനെയും തകർക്കാൻ വേണ്ടി പല പല കാര്യങ്ങളും നമ്മുടെ അണിയറയിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഇത് നമ്മുടെ പടം കണ്ടിട്ട് ഓരോരുത്തർ പറഞ്ഞതാണ്, നമ്മുടെ ടെർബോയുടെ അത്രയൊന്നും കൊള്ളത്തില്ല, ഒരു ആവറേജ് പടം, അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും പറയാൻ. ഇതാണ് പറഞ്ഞത്. എന്തിനാണ് അവര് കണ്ടിട്ട് കൊള്ളൂലെങ്കിൽ അവർ കൊള്ളൂല എന്ന് പറഞ്ഞപ്പോ, ഇതൊരു നല്ല ഇപ്പൊ നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയണം, ചീത്തയാണെങ്കിൽ ചീത്തയെന്ന് തന്നെ പറയണം. പക്ഷെ ഇത്രയും നല്ല ഒരു സാധനത്തിന് എന്തിനാണ് അവർ ഇതേപോലെ കുറ്റം പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അതും ഫസ്റ്റ് ഷോ കൂടുതലും ഫാൻസ് ആണ് കയറിയത്. ഫാൻസിന്റെ ഇടയിൽ ഫാൻസ് അല്ലാത്ത ആൾക്കാർ ഉണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ ഫാൻസ് അല്ലാത്ത ആൾക്കാരായിരിക്കാം അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ മനഃപൂർവ്വം പടത്തെ തകർക്കാൻ വേണ്ടി എന്തൊക്കെയോ പരിപാടികൾ കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ തലവന്റെ ടീമൊക്കെ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. എനിക്ക് തോന്നുന്നു നല്ല രീതിക്ക് പോവുകയാണെങ്കിൽ ഒരു 100 കോടി എന്തായാലും സുഖമായി കയറാൻ പറ്റുന്ന ഒരു ചിത്രമാണ് തലവൻ.